ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏത്തപ്പഴം വെച്ച് തയ്യാറാക്കുന്ന ഒരു നാടൻ പുളിശ്ശേരിയുടെ റെസിപ്പിയുമായിട്ടാണ്. ചില സ്ഥലങ്ങളിൽ ഇതിനെ പഴം പുളിശ്ശേരി എന്നും നേന്ത്രപ്പഴം പുളിശ്ശേരി എന്നൊക്കെ പറയാറുണ്ട്. മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അതേപോലെ തന്നെ ഇഷ്ടമാകുന്ന ഒരു പുളിശ്ശേരിയാണ്. കാരണം അത്രയ്ക്ക് ടേസ്റ്റിയും തയ്യാറാക്കാൻ വളരെ എളുപ്പവുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പഴം പുളിശ്ശേരി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പഴംപുളിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ മീഡിയം സൈസ് വലുപ്പമുള്ള 2 പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പുളിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടി ഒരുപാട് അങ്ങ് പഴുത്തു പോകാത്ത ഏത്തപ്പഴം വേണം കേട്ടോ എടുക്കാൻ. ഇനി ഏത്തപ്പഴത്തിൻ്റെ തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം പീസായിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഏത്തപ്പഴം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പഴംപുളിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഏത്തപ്പഴം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നാടൻ രീതിയിലായതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മൺചട്ടിയിലാണ് കേട്ടോ ഈ ഒരു പുളിശ്ശേരി തയ്യാറാക്കാൻ പോകുന്നത്. മൺചട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം മറ്റു പാത്രങ്ങൾ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കളർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുള്ളത്. ഇനി ഈ ഏത്തപ്പഴ കഷ്ണങ്ങൾ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഈ ഏത്തപ്പഴം വെന്ത് വരാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഏകദേശം ഒരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കി വെക്കാം. അരപ്പിന് വേണ്ടി ഒരു മിക്സി ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയതാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു പഴം പുളിശ്ശേരിക്ക് ഒരുപാട് തേങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു അളവ് കറക്റ്റാണ് കേട്ടോ. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ഇത് അരയ്ക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം ഇതിൻ്റെ ഒരു അരപ്പ് ഉണ്ടാവാൻ. ഏത്തപ്പഴം വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതാ കണ്ടില്ലേ, ഏത്തപ്പഴ കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ഈ ഒരു പാകമാവുമ്പോൾ നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിരുന്ന ആ ഒരു തേങ്ങ അരപ്പില്ലേ, അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ തേങ്ങ അരപ്പോടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തേങ്ങ അരപ്പിൻ്റെ ഒരു പച്ച മണം മാറാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. പിന്നെ ഇതുപോലുള്ള പഴം പുളിശ്ശേരിയിൽ ഒരുപാട് തേങ്ങ അരച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ഒരു അളവിന് മാത്രം എടുത്താൽ മതി. ഈ തേങ്ങ അരപ്പിനെക്കാട്ടിലും കൂടുതൽ നമ്മളിതിലേക്ക് തൈരാണ് ചേർക്കേണ്ടത്. അപ്പോഴാണ് ഈ ഒരു പഴം പുളിശ്ശേരിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇതിപ്പം തേങ്ങാരപ്പിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി ഒന്ന് ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ. സാധാരണ പഴം പുളിശ്ശേരിക്ക് ചെറിയൊരു മധുരം ഉണ്ടാവും, അതുകൊണ്ടാണ് നമ്മളിവിടെ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി മധുരം താല്പര്യമില്ലാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. പക്ഷെ പൊതുവെ പഴം പുളിശ്ശേരിക്ക് ചെറിയൊരു മധുരവും പുളിയും ഒക്കെ കൂടിയതാണ്. നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒന്ന് തിളച്ച് കഷ്ണങ്ങളൊന്നും തന്നെ വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ഈ പഴം പുളിശ്ശേരി തയ്യാറാക്കുമ്പോൾ ഈ കഷ്ണങ്ങളൊന്നും ഒരുപാടങ്ങ് വെന്ത് പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോഴാണ് ഈ പഴം പുളിശ്ശേരിയുടെ യഥാർത്ഥ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/2 ലിറ്റർ, അതായത് 500 ml തൈരാണ് എടുത്തിട്ടുള്ളത്. പുളിശ്ശേരിക്ക് വേണ്ടി തൈര് എടുക്കുമ്പോൾ ഒരുപാട് പുളിയുള്ള തൈരല്ല, ഒരു ഇടത്തരം പുളിയുള്ള തൈര് എടുത്താൽ മതി. ഈ തൈരിലെ കട്ടയൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. തൈരൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രമേ ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം തൈര് ഒഴിക്കുകയാണെങ്കിൽ തൈര് പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല നമ്മളിതിപ്പോൾ മൺചട്ടിയിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. മൺചട്ടിക്ക് പൊതുവെ ചൂട് കൂടുതലായിരിക്കും, അപ്പോൾ പെട്ടെന്ന് തന്നെ പിരിയും. അതുകൊണ്ട് ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് തൈര് ഒഴിക്കുക. തൈര് ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ തൈരൂടെ ചേർത്ത് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാം. കടുക് താളിച്ച് ചേർക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളകും കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 2 പിഞ്ച് കാശ്മീരി ചില്ലി പൗഡറൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മുഴുവനായിട്ടും നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു പുളിശ്ശേരിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു പഴം പുളിശ്ശേരി തയ്യാറാക്കാൻ വളരെ ഈസി ആയിട്ട് 10 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുളിശ്ശേരിയാണ്. മാമ്പഴത്തിൻ്റെ സീസണൊക്കെ കഴിഞ്ഞാലും മാമ്പഴ പുളിശ്ശേരി പോലെ ഒരു പുളിശ്ശേരിയൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇത്. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഓണസദ്യയ്ക്ക് ഈ ഒരു പഴം പുളിശ്ശേരി തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു ഓണം സ്പെഷ്യൽ റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.